ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇതിനു മുമ്പ് കാണാത്തവർ, പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുക മാത്രമല്ല, കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എന്ത് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഇത് നമ്മൾ 3ാമത്തെ ചാപ്റ്റർ നിവർന്ന് നിൽക്കാം എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ സ്കൂളിനടുത്തോ വീടിനടുത്തോ ഉള്ള ജലാശയങ്ങളിൽ പലതരം മത്സ്യങ്ങളുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ അക്വേറിയം ഉണ്ടാവുമല്ലോ. അതിലും വിവിധ വർണ്ണത്തിലുള്ള മത്സ്യങ്ങളുണ്ടല്ലോ. ഒരു ജലാശയത്തിൻ്റെ ചിത്രമാണ് താഴെ നൽകിയിരിക്കുന്നത്. എന്ത് ഭംഗിയുള്ള മത്സ്യങ്ങളാണ് അതിലുള്ളതെന്ന് നോക്കൂ. ഇതിൽ കാണുന്ന ഓരോ മത്സ്യത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അതാ ഒരു ജലാശയം തന്നിട്ടുണ്ട്. ആ ജലാശയത്തിൽ വിവിധ തരത്തിലും കളറിലും ഒക്കെയുള്ള മത്സ്യങ്ങളുണ്ട്. എല്ലാ മത്സ്യങ്ങളും ഒരുപോലെയാണോ? അവ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആകൃതി, വലിപ്പം, നിറം, അങ്ങനെ പല രീതിയിൽ ഈ ഒരു മത്സ്യങ്ങൾ ചെയ്യുന്നുണ്ട്, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു മത്സ്യത്തിൻ്റെ മാതൃക നിർമ്മിച്ചാലോ അതിനായി എന്തെല്ലാം സാമഗ്രികൾ വേണം? അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് ഉള്ള വർക്കുകളാണ്. ഇനി ഇവിടെ നമ്മൾ മത്സ്യത്തിനുള്ളിൽ എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. യഥാർത്ഥ മത്സ്യത്തെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടില്ലേ? നിങ്ങൾ മത്സ്യം കഴിക്കുമ്പോൾ അതിനുള്ളിൽ മീൻ മുള്ള് കണ്ടിട്ടില്ലേ? ഇതിന് നിങ്ങൾ നിർമ്മിച്ച മത്സ്യത്തിൻ്റെ ഈർക്കിൽ കെട്ടിയതുപോലെയുള്ള ഭാഗവുമായി സാമ്യം കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ മത്സ്യത്തിൻ്റെ രൂപം ഉണ്ടാക്കാനും അതിനാവശ്യമായ സാധനങ്ങളും ഒക്കെ പറഞ്ഞു. അതിന് ശേഷമുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളത് ഇങ്ങോട്ട് പോയത്. മത്സ്യങ്ങൾക്ക് മാത്രമാണോ ഇത്തരം ഭാഗങ്ങളുള്ളത്? അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ ചിക്കന് എല്ലില്ലായിരുന്നെങ്കിൽ മുഴുവനും കഴിക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടെ സംശയമാണ്. ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പറയുന്നു, ചിക്കന് എല്ലില്ലായിരുന്നെങ്കിൽ മുഴുവനും കഴിക്കാമായിരുന്നു. കുട്ടി പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ ചിക്കൻ കഴിക്കുമ്പോഴും ഇതുപോലെ കട്ടിയുള്ള എല്ല് ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ ജീവികൾക്കും ഇത്തരം ഭാഗങ്ങൾ ഉണ്ടോ? ചിത്രങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ജീവികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലാരൊക്കെയുണ്ട്? കോഴിയുണ്ട്. അതുപോലെ ആ കോഴിയുടെ എല്ലാണ് ഈ കാണിച്ചിരിക്കുന്നത്. കോഴി, അതുപോലെ പല്ലി. ആ പല്ലിയുടെയും എല്ലുമുള്ള പല്ലിയൊക്കെ നമ്മൾ ചത്ത് കിടക്കുമ്പോൾ കുറച്ച് നാൾ കണ്ടില്ലെങ്കിൽ ഇതേപോലൊരു സ്കെൽറ്റൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം മറ്റ് ജീവികൾക്കും ഇതുപോലുള്ള ഭാഗമുണ്ടെന്ന് മനസ്സിലായില്ലേ? ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ പറയുന്നത് അസ്ഥിക്കൂടം. അപ്പം എന്താണ് അസ്ഥിക്കൂടം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ സ്കെൽറ്റൻ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥിക്കൂടം. അപ്പം അസ്ഥിക്കൂടം എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷനുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന് ഉറപ്പ്, ആകൃതി, പിന്നെ നമ്മുടെ ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണം, ഇതൊക്കെ നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂട്, അതിനെയാണ് നമ്മൾ അസ്ഥിക്കൂടം എന്ന് പറയുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. വിവിധ ജീവികളുടെ അസ്ഥിക്കൂടങ്ങളാണ് ഇവ. ഏതെല്ലാം ജീവികളുടെ അസ്ഥിക്കൂടമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ജീവികളുടെ അസ്ഥിക്കൂടം തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ജീവികളെ ആണ് ഇവിടെ തന്നിരിക്കുന്നത്? അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു വാവൽ ആണെന്ന് തോന്നുന്നു. അതുപോലെ ഈ ഒരു അസ്ഥിക്കൂടം നമ്മുടെ
പോത്തിൻ്റെയോ അല്ലെങ്കിൽ കൗവിൻ്റെയോ ഒക്കെ അസ്ഥികൂടമാണ് ആ കാണുന്നത്. പിന്നെ ഇത് ചീങ്കണ്ണിയുടെ അസ്ഥികൂടമാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ജീവികളുടെ അസ്ഥികൂടം ഇവിടെ തന്നിട്ടുണ്ട്. അസ്ഥികൂടം നിരീക്ഷിച്ച് എങ്ങനെയാണ് ജീവിയെ തിരിച്ചറിഞ്ഞത്? ആകൃതി നോക്കിയല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എന്താണ് ഈ കാലും ഇതുപോലെയുള്ള ഇതുള്ളത് ആർക്കാണ്? നമ്മുടെ വാവലുകൾക്കാണ്. എല്ലാ ജീവികൾക്കും അസ്ഥികൂടമുണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ എല്ലാ ജീവികൾക്കും എന്തുണ്ട്? അസ്ഥികൂടം ഉണ്ടായിരിക്കും. അങ്ങനെ അസ്ഥികൂടത്തിന് ഭാരമുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ഈ കാണുന്ന അസ്ഥികൂടത്തിന് എന്തുണ്ട്? ഭാരമുണ്ട്. പക്ഷേ ഇവ എന്ത് ചെയ്യുന്നുണ്ട്? പറക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പറക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. പക്ഷികളുടെ അസ്ഥികൂടം. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. അപ്പോൾ ഈ പക്ഷികളുടെ അസ്ഥികൂടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷികളുടെ അസ്ഥിയിൽ എന്തുണ്ട്? വായു അറകളുണ്ട്. അതിനാൽ മറ്റ് ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. അപ്പോൾ ഈ പക്ഷികളുടെ അസ്ഥികൂടത്തിൽ വായുറകൾ ഉള്ളത് കൊണ്ട് തന്നെ മറ്റ് ജീവികളെ അപേക്ഷിച്ച് എന്താണ്? പക്ഷികളുടെ അസ്ഥികൂടത്തിന് എന്ത് കുറവാണ്? ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമാണ്. അപ്പോൾ ഈ ഒരു ഭാരക്കുറവ് കൊണ്ടാണ് ആര് പറക്കുന്നത്? പക്ഷികൾ പറക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന പക്ഷിയെ അറിയാമോ? അപ്പോൾ ചിത്രത്തിലൊരു പക്ഷിയെ തന്നിട്ട് ചോദിച്ചിരിക്കുന്നു, ചിത്രത്തിൽ കാണുന്ന പക്ഷിക്ക് പറക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ച പക്ഷി ഏതാണ്? ഇതൊരു പെൻഗിനാണ്. നമുക്കറിയാം പെൻഗിൻ എന്ന് പറയുന്ന പക്ഷി പറക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പെൻഗിന് പറക്കാൻ കഴിയില്ല. ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏതെല്ലാമാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി എഴുതുക. അപ്പോൾ നമുക്കറിയാം ഈ പെൻഗിന് പറക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ യമു, ഒട്ടകപ്പക്ഷി, കിവി, ഈ പക്ഷികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറക്കാൻ കഴിയാത്ത പക്ഷികളാണ്. അപ്പോൾ പെൻഗിന്, കിവി, യമു, ഒട്ടകപ്പക്ഷി ഇവയ്ക്കൊന്നും എന്ത് ചെയ്യാൻ സാധിക്കില്ല? പറക്കാൻ സാധിക്കാത്ത പക്ഷികളാണ്. അതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഇവയുടെ ശരീരത്തിനൊക്കെ, ഈ പെൻഗിനെയൊക്കെ കണ്ടാൽ നമുക്കറിയാം ഇവയുടെ ശരീരത്തിന് നല്ല ഭാരമുണ്ട്. അതുകൊണ്ടാണ് ഇവയ്ക്ക് പറക്കാൻ സാധിക്കാത്തത്. അസ്ഥി നമ്മുടെ ശരീരത്തിനുള്ളിലും അസ്ഥികളുണ്ടല്ലോ. കൈകൾ, കാലുകൾ, വിരലുകൾ, തല തുടങ്ങി വിവിധ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ച് സ്വയം പരിശോധിക്കൂ. എല്ലാ അസ്ഥികളും ഒരുപോലെയാണോ? അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എന്തുണ്ട്? അസ്ഥികളുണ്ട്. നമ്മുടെ ശരീരത്തിലെ വിവിധ തരത്തിലുള്ള അസ്ഥികളാണുള്ളത്. നീളമുള്ള അസ്ഥികൾ കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയല്ലേ, നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ സ്കെൽറ്റനാണ് ഈ തന്നിരിക്കുന്നത്. അപ്പം നീളമുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്ന അസ്ഥികൂടം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കൈകൾ, കാലുകൾ, അതുപോലെ കൈകളും കാലുകളും ഒക്കെയാണ് എന്ത് നീളമുള്ള അസ്ഥികളുള്ള ശരീരഭാഗങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ മനുഷ്യ അസ്ഥികൂടത്തെക്കുറിച്ചാണ് പറയുന്നത്. തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പെല്ല് ഇവയെല്ലാം ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം. അപ്പോൾ മനുഷ്യൻ്റെ അസ്ഥികൂടം എന്താണ്? എന്തൊക്കെ ചേർന്നതാണ്? നമ്മുടെ നട്ടെല്ല്, തലയോട് ചേർന്നു. അതുപോലെ നട്ടെല്ല്, വാരിയെല്ല്, മാറല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പെല്ല് ഇവയെല്ലാം ചേർന്നാണ് എന്ത് നമ്മുടെ ശരീരത്തിലെ അസ്ഥികൂടം ഉണ്ടാകുന്നത്. താഴെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വായിച്ചും ചിത്രങ്ങൾ നിരീക്ഷിച്ചും മനുഷ്യ അസ്ഥികൂടത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് താഴോട്ട് കുറച്ചധികം വിവരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, വിശദമായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അതൊന്നും എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? ചിത്രം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഇതാണ് നമ്മുടെ തലയോട് എന്ന് പറയുന്നത്. ഈ ചിത്രം നിങ്ങൾ പലയിടത്തും കണ്ടിട്ടില്ലേ? 22 അസ്ഥികൾ ചേർന്നതാണ് നമ്മുടെ തലയോട്. അപ്പം ചിത്രം കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ നമ്മുടെ തലയോട്ടിൽ എത്ര അസ്ഥികളുണ്ട്? 22 അസ്ഥികളുണ്ട്. ഈ 22 അസ്ഥികൾ ചേർന്നതാണ് നമ്മുടെ ഈ കാണുന്ന തലയോട്.
അതുപോലെ എന്താണ്, ഇവയിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. ഇവിടെ 22 അസ്ഥികളുണ്ടെങ്കിലും നമുക്ക് എത്ര അസ്ഥി മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ? ഒരു അസ്ഥി മാത്രമേ നമുക്കിതിൽ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഏതാണെന്ന് പറയാമോ? അപ്പോൾ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു അസ്ഥിയാണ് നമ്മുടെ താടിയെല്ല് എന്ന് പറയുന്നത്. ഭക്ഷണം ചവയ്ക്കുമ്പോൾ ചലിക്കുന്ന അസ്ഥി ഏതാണെന്ന് പരിശോധിക്കുക. അപ്പോൾ നമ്മൾ ഭക്ഷണം ചവയ്ക്കുമ്പോഴും എന്താണ്, ഈ അസ്ഥികൾ അനങ്ങുന്നുണ്ട്. തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം ഏതാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ തലയോടിനുള്ളിൽ സംരക്ഷിക്കുന്ന പ്രധാന അവയവമാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടാതെ നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്കും സംരക്ഷണം നൽകുന്നത് തലയോടാണ്. അപ്പോൾ ഏതൊക്കെ അവയവങ്ങൾക്ക് സംരക്ഷണം തലയോട് നൽകുന്നുണ്ട്? നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്ക് തലയോടാണ് എന്ത് നൽകുന്നത്? സംരക്ഷണം നൽകുന്നത്. മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും എന്നറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, തല എവിടെയെങ്കിലും കയറിയടിച്ചാൽ, കൊച്ചുകുട്ടികൾക്ക് തല എവിടെയെങ്കിലും കയറിയടിച്ചാൽ അല്ലെങ്കിൽ തലയടിച്ചൊക്കെ വീഴുമ്പോൾ അത് വളരെ വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിന് ചെറിയ ക്ഷതമേറ്റാൽ പോലും എന്ത് ചെയ്യും? ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും. എത്ര പ്രാധാന്യത്തോടെയാണ് ശരീരം മസ്തിഷ്കത്തെ സംരക്ഷിച്ചിരിക്കുന്നതെന്ന് തലയോടിൻ്റെ ചിത്രം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ തലയോടിൻ്റെ ചിത്രം നിരീക്ഷിച്ചിട്ട് എത്ര പ്രാധാന്യത്തോടെയാണ് നമ്മുടെ ശരീരഭാഗങ്ങളെ ആര് സംരക്ഷിച്ചിരിക്കുന്നത്? നമ്മുടെ തലയോട് സംരക്ഷിച്ചിരിക്കുന്നത്. ഹെൽമറ്റ് ജീവൻ്റെ കവചം. ഇപ്പോൾ ഇവിടെ ഒരു പത്രവാർത്ത തന്നിട്ടുണ്ട്. തിരുവനന്തപുരം വാഹനമോടിക്കുന്നവരും കൂടെ യാത്ര ചെയ്യുന്നവരും ഹെൽമറ്റ് ധരിക്കുന്നുണ്ടെന്നും മോട്ടോർ വാഹന നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് നിർദ്ദേശം നൽകി. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നും നിർദ്ദേശിച്ചു. അപ്പോൾ ഇതൊരു പത്രവാർത്തയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ്, നിങ്ങൾ സ്കൂട്ടറിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് ധരിക്കാറില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വിശദീകരിക്കാമോ? അപ്പോൾ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ഒരു വർക്കൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? നട്ടെല്ലിനെ കുറിച്ചാണ്. നമ്മുടെ നട്ടെല്ല് എവിടെയാണ് കാണപ്പെടുന്നത്? നിങ്ങൾ സ്വയം പരിശോധിച്ച് നട്ടെല്ലിൻ്റെ സ്ഥാനം കണ്ടെത്തൂ. അപ്പോൾ ഇവിടെ നട്ടെല്ലിലെ കശേരുക്കൾ, നമ്മുടെ നട്ടെല്ലിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നട്ടെല്ലിലെ കശേരുക്കളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ നമ്മുടെ നട്ടെല്ലിലെ കശേരുക്കളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നട്ടെല്ലിൻ്റെ ആ ഒരു ചിത്രം എന്ന് പറയുന്നത്. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. അപ്പം നമ്മൾ നിവർന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു നട്ടെല്ല് നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിവർന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിവർന്ന് നിൽക്കുന്നതിനോ ചലിക്കുന്നതിനും എന്താവശ്യമുണ്ട്? നമ്മുടെ നട്ടെല്ല് ശരിയായ പ്രവർത്തനം ആവശ്യമുണ്ട്. അസ്ഥികളുടെ ഒരു നിര. നട്ടെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസ്ഥികളുടെ ഒരു നിര. ഇത് കണ്ട് നിറച്ച് അസ്ഥികളാണ്. അപ്പോൾ ഈ അസ്ഥികളുടെ ഒരു നിരയാണ്, അതാണ് കശേരുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ നട്ടെല്ലെന്ന് പറയുന്നത്. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. അപ്പം നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം അത് PSC ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 33 കശേരുക്കൾ. ഈ കാണുന്ന ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ എണ്ണി നോക്കിയാൽ എത്ര എണ്ണം കാണും? 33 കശേരുക്കൾ കാണും. അപ്പോൾ ഈ 33 കശേരുക്കൾ ചേർന്നതാണ് നമ്മുടെ നട്ടെല്ലെന്ന് പറയുന്നത്. ഈ കശേരുക്കൾ എത്ര ക്രമമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നതെന്ന് ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. അപ്പോൾ നമ്മൾ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. ഓരോന്നും ഇത് കണ്ടോ, ഓരോന്നും ഒരു പ്രത്യേക രീതിയിലാണ് ഈ കശേരുക്കളുടെ സ്ഥാനം എന്ന് പറയുന്നത്.
നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗത്തെ സുഷുമ്ന നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. അപ്പോൾ നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമാണ് എന്ത്? സുഷുമ്ന നാഡി എന്ന് പറയുന്നത്. ഈ സുഷുമ്ന നാഡി കടന്നു പോകുന്നതും ഏതിലൂടെയാ? നട്ടെല്ലിനുള്ളിലൂടെയാണ് സുഷുമ്ന നാഡി കടന്നു പോകുന്നത്. അപ്പോൾ നട്ടെല്ലിനുള്ളിലൂടെ കടന്നു പോകുന്ന നാഡി ഏത് എന്ന് ചോദിക്കാം. അതേതാണ്? സുഷുമ്ന നാഡിയാണ്. അതുകൊണ്ട് തന്നെ സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. അപ്പോൾ സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം ഏത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാം എന്താണ്? നട്ടെല്ലാണ്. നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ്. അപ്പം നമ്മുടെ നട്ടെല്ലിന് ക്ഷതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാകും. അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് നട്ടെല്ല് പോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് നമ്മുടെ വാരിയെല്ല് എന്ന് പറയുന്നത്. നമ്മുടെ വാരിയെല്ലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് ഈ ഒരു ഈ ഒരു ആകൃതിയിൽ കാണുന്ന ഇതാണ് നമ്മുടെ വാരിയെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന മധ്യഭാഗത്തുള്ള ഈ ഒരു ഇതാണ് മാറെല്ല്. അതുപോലെ അതിനോട് ചേർന്നാണ് നമ്മുടെ നട്ടെല്ലും ഉള്ളത്. അപ്പം നമുക്ക് പറയാം വാരിയെല്ലുകളുടെ സ്ഥാനം എവിടെയാണ്? വാരിയെല്ലുകളുടെ സ്ഥാനം എവിടെയാണ്? സ്വയം സ്പർശിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളാണുള്ളത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 12 ജോഡി വാരിയെല്ലുകളാണുള്ളത്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. അപ്പോൾ നമ്മുടെ വാരിയെല്ലുകൾ ആരെയൊക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്? നമ്മുടെ ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞാണ് ആര് സംരക്ഷിക്കുന്നത്? വാരിയെല്ല് സംരക്ഷിക്കുകയാണ്. വാരിയെല്ലുകൾ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറല്ലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വാരിയെല്ല് എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? പിന്നിൽ നട്ടെല്ലിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നു, മുന്നിലാണെങ്കിൽ നമ്മുടെ മാറല്ലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്താണ് നമ്മുടെ വാരിയെല്ല് എന്ന് പറയുന്നത്? അപ്പോൾ വാരിയെല്ലിൻ്റെ പിന്നിൽ കാണുന്നതാണ് നട്ടെല്ല്. നട്ടെല്ലിലാണ് വാരിയെല്ല്, പിന്നിൽ നട്ടെല്ലിൽ ഘടിപ്പിച്ചിരിക്കുന്നു, മുമ്പിലാണെങ്കിൽ ഏതിലാണ്? മാറലിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. തലയോട്, നട്ടെല്ല്, വാരിയെല്ല് എന്നിവയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി കുറച്ച് ചോദ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്താണ് ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താം. തലയോടിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? അപ്പം നമ്മൾ ആദ്യം തുടങ്ങിയത് തന്നെ തലയോടിൽ 22 അസ്ഥികൾ ഉണ്ട് എന്ന ഒരു ക്രമത്തിലാണ് നമ്മൾ പഠിച്ചു വന്നത്. അപ്പോൾ തലയോടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 22 അസ്ഥികളാണ്. തലയോടിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം നമ്മുടെ താടിയെല്ലാണ് തലയോടിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഏക അസ്ഥി. നട്ടെല്ലിൽ എത്ര കശേരുക്കൾ ചേർന്നതാണ്? നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത് എത്ര കശേരുക്കൾ ചേർന്നതാണ്? 33 കശേരുക്കൾ ചേർന്നതാണ് നമ്മുടെ നട്ടെല്ല്. സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചമാണ് ഏതെന്ന് പറയുന്നത്? നട്ടെല്ലെന്ന് പറയുന്നത്. നട്ടെല്ലിൻ്റെ പ്രധാന ധർമ്മം എന്താണ്? നമ്മുടെ ശരീരം നിവർന്ന് നിൽക്കുന്നതിനും ചലിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഈ നട്ടെല്ലാണ്. അപ്പം നട്ടെല്ലിൻ്റെ പ്രധാന ധർമ്മം ചോദിച്ചാൽ നമ്മുടെ ശരീരത്തെ നിവർന്ന് നിൽക്കാനും ചലിക്കാനും അനുവദിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നതാണ് ആര്? ഈ നട്ടെല്ലെന്ന് പറയുന്നത്. നട്ടെല്ലിൻ്റെ പ്രധാന ധർമ്മം നമ്മൾ പറഞ്ഞു. ഇനി ഹൃദയം, ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? നമ്മുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി അതാണ് വാരിയെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ വാരിയെല്ല് നമ്മുടെ ഹൃദയം, ശ്വാസകോശം, അതുപോലെ രക്തക്കുഴലുകൾ ഇവയൊക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് ആര്? നമ്മുടെ മാറല്ലെന്ന് പറയുന്നത്. തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണ്? അപ്പം നമ്മുടെ തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. നമ്മുടെ കണ്ണ്, അതുപോലെ ചെവി, മൂക്ക്, ഇങ്ങനെയുള്ള അവയവങ്ങൾ, തലച്ചോറ്, ഇതൊക്കെ എന്തിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുകയാണ്? നമ്മുടെ തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച അസ്ഥികൾ കൂടാതെ നമ്മുടെ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിലും അസ്ഥികളുണ്ട്. അവ ഏതൊക്കെയെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൈകാലുകളിലെ അസ്ഥികൾ. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഓരോ കൈയിലും എത്ര അസ്ഥികളുണ്ട്? മനുഷ്യൻ്റെ കയ്യിലെ അസ്ഥികളുടെ ചിത്രം നിരീക്ഷിക്കൂ.
മനുഷ്യൻ്റെ ഓരോ കൈയിലും എത്ര അസ്ഥികൾ വീതമാണുള്ളത്? ഇവിടെ തന്നിട്ടുണ്ട് ചിത്രം, നന്നായിട്ട് ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. നമ്മുടെ ഓരോ കൈയിലും 32 അസ്ഥികൾ വീതമാണുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ ഓരോ കൈയിലും എത്ര അസ്ഥികൾ വീതമുണ്ട്? 32 അസ്ഥികൾ. അങ്ങനെ ടോട്ടൽ 64 അസ്ഥികൾ 2 കൈയിലും കൂടിയുണ്ട്. ഇവിടെ കൈകളിലെ അസ്ഥികൾ എന്നും പറഞ്ഞിട്ട് ഇവിടെ ചിത്രവും തന്നിട്ടുണ്ട്. ഇനി 2 കാലിൽ നിൽക്കുവാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ടല്ലോ. കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളവയാണ്. അപ്പോൾ നമ്മുടെ കൈയിലെ അസ്ഥിയേക്കാൾ ബലമുള്ളത് ആർക്കാണ്? നമ്മുടെ കാലുകളിലെ അസ്ഥികൾക്കാണ് കൂടുതൽ ബലമുള്ളത്. എന്തുകൊണ്ടാണ് കാരണം? അതിനുള്ള കാരണം എന്തായിരിക്കും? അപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നിവർന്ന് നിൽക്കാനൊക്കെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും ആരാ വഹിക്കുന്നത്? നമ്മുടെ കാലുകളാണ് വഹിക്കുന്നത്. നിങ്ങളുടെ നിഗമനം ക്ലാസ്സിൽ പങ്കുവയ്ക്കാം. കുട്ടികൾ അവർ പങ്കുവച്ചോട്ടെ. ഇനി മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ 31 അസ്ഥികളുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ 31 അസ്ഥികളുണ്ട്. കയ്യിലാണെങ്കിലോ 32 അസ്ഥികളുമുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഒരു കാലിൽ എത്ര അസ്ഥികളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 31 അസ്ഥികളുണ്ട്. അപ്പോൾ 2 കാലിലും കൂടി എത്ര കാണും? 62 അസ്ഥികൾ. 2 കൈയിലും കൂടി എത്ര അസ്ഥികൾ കാണുമെന്ന് ചോദിച്ചാൽ 64 അസ്ഥികൾ കാണും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? അപ്പം നമുക്കറിയാം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്ന് പറയുന്നത് നമ്മുടെ തുടയെല്ല്. ഈ തുടയെല്ലിന് ഇത്രയും നീളമുണ്ട് കേട്ടോ. നമ്മുടെ തുടല് ഇത് നമുക്ക് കാണാം. ഇവിടെ ഈ തുടയെല്ലാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ സ്കൂൾ ലബോറട്ടറിയിലുള്ള അസ്ഥികൂടം നിരീക്ഷിച്ച് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും കാണുന്ന അസ്ഥികളെ തിരിച്ചറിയൂ. അസ്ഥികളും അവയുടെ പ്രത്യേകതകളും മനസ്സിലാക്കൂ. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കുള്ള വർക്കാണ്. ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 300 അസ്ഥികൾ ഉണ്ടാവും. അപ്പോൾ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ജനിച്ച കുട്ടിക്ക് എത്ര അസ്ഥികൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 300 അസ്ഥികളാണ് ഉള്ളത്. പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും യോജിച്ച് 206 അസ്ഥികളായി കുറയുന്നു. അപ്പോൾ ജനിക്കുമ്പോൾ നമുക്ക് 300 അസ്ഥികൾ ഉണ്ടാവും. പിന്നീട് നമ്മൾ പ്രായപൂർത്തിയാകുന്നതിനനുസരിച്ച് ഈ അസ്ഥികളൊക്കെ യോജിക്കും. അങ്ങനെ യോജിച്ചതിന് ശേഷം പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ അസ്ഥിയിലെ എണ്ണം ചോദിച്ചാൽ നമുക്ക് പറയാം 206 ആയിരിക്കും. മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും കാണുന്ന അസ്ഥികളുടെ എണ്ണം പട്ടികപ്പെടുത്തുക. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം കണക്കാക്കുക. ഇനി ശരീരഭാഗം, അസ്ഥികളുടെ എണ്ണം, അതുപോലെ നമ്മുടെ ഓരോ ഭാഗത്തെയും അസ്ഥികളുടെ എണ്ണവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ്? നട്ടെല്ല്. നമുക്കറിയാം നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം നമ്മൾ പഠിച്ചു 33. അവിടെ നമുക്ക് 33 എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ മാറല് ഒരു അസ്ഥിയാണ്. മാറല് എന്ന് പറയുന്നത് ഒരു അസ്ഥിയാണ്. ഇനി നമ്മുടെ 2 കൈയിലും കൂടി എത്ര അസ്ഥികളുണ്ട്? 2 കൈയിലും കൂടി 64 അസ്ഥികളുണ്ട്. 2 കാലിലും കൂടിയാണെങ്കിൽ 62 അസ്ഥികളുണ്ട്. ഇനി നമ്മുടെ തലയോട്ടിൽ 22 അസ്ഥികളുണ്ട്. വാരിയെല്ലിലാണെങ്കിൽ എത്ര അസ്ഥികളുണ്ട്? അപ്പോൾ വാരിയെല്ലിലെന്ന് പറയുന്നത് 12 ജോഡി, അല്ലെങ്കിൽ നമുക്ക് പറയാം എത്രയാണ്? 12 ജോഡി, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയണം? 24 എണ്ണം നമ്മുടെ വാരിയെല്ലിലെ അസ്ഥികളുടെ എണ്ണം. അപ്പോൾ ഈ ടോട്ടൽ അസ്ഥികളെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ എത്ര അസ്ഥികളുണ്ട്? 206 അസ്ഥികൾ ഉണ്ടായിരിക്കും. ഇനി നോക്കിയേ, അസ്ഥികൂടത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കി നമ്മൾ. ഇനി അസ്ഥികൾ രക്താണുക്കളുടെ ഉൽപാദനവും ലവണങ്ങളുടെ സംഭരണവും നിർവഹിക്കുന്നുണ്ട്. അപ്പം അസ്ഥികൾ എന്താണ്? അസ്ഥികളുടെ ധർമ്മം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അസ്ഥികൾ രക്താണുക്കളുടെ ഉൽപാദനവും ലവണങ്ങളുടെ സംഭരണവും നിർവഹിക്കുന്നത് ആരാ? ഈ അസ്ഥികളാണ്. അസ്ഥികളുടെ ധർമ്മങ്ങൾ ക്രോഡീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസ്ഥികൂടമാണ് നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകുന്നത്, ശരീരത്തിന് ബലവും ഉറപ്പും നൽകുന്നത്. ഇതൊക്കെ നമുക്ക് എഴുതാൻ കഴിയും. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? തരുണാസ്ഥികളെ കുറിച്ചാണ്.
തരുണാസ്ഥികൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ചെവി, മൂക്ക് എന്നീ ഭാഗങ്ങൾ പരിശോധിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ചെവിയും മൂക്കും ഒക്കെ പരിശോധിക്കാം. ഇവയ്ക്ക് കൈകാലുകളിലെ അസ്ഥികളെ പോലെ ബലം തോന്നുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ കൈയിലെയും കാലിലെയും അസ്ഥികളെ പോലെ നമ്മുടെ മുഖത്തെയും ചെവിയിലെയും ഒന്നും അസ്ഥികൾക്ക് എന്ത് കാണത്തില്ല? മൂക്കിലെയും ചെവിയിലെയും അസ്ഥികൾക്കൊന്നും ആ ഒരു ബലം കാണത്തില്ല അല്ലേ? നമ്മുടെ ചെവിയിലെയും മൂക്കിലെയും അസ്ഥികൾക്കാണേ. അപ്പോൾ ഇവ പിടിച്ച് വളയ്ക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ മൂക്ക് പിഴിയുന്നുണ്ട്, മൂക്ക് പിടിച്ച് വളയ്ക്കാൻ നമുക്ക് സാധിക്കും, ചെവി പിടിച്ച് വളയ്ക്കാൻ നമുക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത്? ഏത് തരം അസ്ഥിയാണ് അവിടെയുള്ളത്? അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ചെവിയിലും മൂക്കിലും ഒക്കെയുള്ള അസ്ഥികളെയാണ് നമ്മൾ തരുണാസ്ഥികൾ എന്ന് പറയുന്നത് അല്ലേ? അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ. അപ്പോൾ തരുണാസ്ഥികൾ എന്ന് പറഞ്ഞാൽ അസ്ഥികളെ പോലെയുള്ളതാണ്. പക്ഷേ ഇതിന് പ്രത്യേകത എന്താണ്? അത് നമ്മുടെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് പോകും, അങ്ങനെയുള്ള അസ്ഥികളാണ് തരുണാസ്ഥികൾ. ഇവ എല്ലുകളേക്കാൾ മൃദുവാണ്. അപ്പോൾ ഇവയുടെ പ്രത്യേകത എന്താണ്? എല്ലുകളെ പോലെ കാഠിന്യമുള്ളതൊന്നുമല്ല, എല്ലുകളേക്കാൾ മൃദുലമാണ് ഈ ഒരു അസ്ഥി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലും മറ്റ് ജന്തു ശരീരങ്ങളിലും ഇത് കാണപ്പെടുന്നു. അപ്പോൾ മനുഷ്യ ശരീരത്തിലും ഈ അസ്ഥികളുണ്ട്, ജന്തു ശരീരത്തിലും ഈ അസ്ഥികൾ കാണപ്പെടുന്നു. പ്രധാനമായും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുകൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ എവിടെയൊക്കെയാ? പ്രധാനമായിട്ടും നമ്മുടെ തരുണാസ്ഥികൾ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ്? നമ്മുടെ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുകൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? തരുണാസ്ഥികൾ കാണപ്പെടുന്നത്. ചിലപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ തന്നിട്ട് ഇതിൽ തരുണാസ്ഥികൾ കാണപ്പെടാത്ത ഭാഗം ഏതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ തന്നിട്ട് തരുണാസ്ഥികൾ കാണപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും, പേസി തിരിച്ചും മറിച്ചും ചോദിച്ചാലും നമ്മൾ എഴുതാൻ ബാധ്യസ്ഥരാണ്, നമുക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ അസ്ഥിസന്ധികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കൈകാലുകളും വിരലുകളും അനായാസം മടക്കാനും നിവർത്താനും കഴിയുന്നില്ലേ? എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കൈകാലുകളെ നിവർത്താനും മടക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് എന്താണ്? നമ്മുടെ അസ്ഥിസന്ധികൾ അല്ലെങ്കിൽ ജോയിൻറ്റുകൾ ഉള്ളത് കൊണ്ടാണ്. മനുഷ്യൻ്റെ കൈപ്പത്തിയിലെ അസ്ഥികളുടെ ചിത്രവും കാർഡ്ബോർഡിലെ തയ്യാറാക്കിയ അതിൻ്റെ മാതൃകയുമാണ് ചിത്രത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൈപ്പത്തിയുടെ ചലനവുമായി ബന്ധപ്പെടുത്തി രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിത്രം 1 തന്നിട്ടുണ്ട്, ചിത്രം 2 തന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രം 1ൻ്റെ പ്രത്യേകത എന്താണ്? ചിത്രം 1 അവിടെ പിന്നെ ഓരോന്ന് കടുപ്പിച്ചതുപോലെ നമുക്ക് തോന്നാം. ഇനി ചിത്രം 2 എന്താണ്? കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ജോയിൻറ്റുകളോ ഒന്നുമില്ല, ഒന്ന് സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് അവിടെ വരകളും കുറുകളും ഒക്കെ കാണാൻ സാധിക്കും. നമ്മുടെ കൈപ്പത്തി രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ ആയിരുന്നെങ്കിലോ? അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിലെ പോലെയാണ് നമ്മുടെ കൈപ്പത്തി എങ്കിൽ നമുക്ക് റോബോട്ടിൻ്റെ കൈപ്പത്തിയെ പോലെ നമ്മുടെ നമ്മുടെ കൈപ്പത്തി ഇരുന്നേനെ. റോബോട്ടുകൾ എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ നമ്മുടെ കൈപ്പത്തി ഇരുന്നേനെ. ഇപ്പോഴത്തെ റോബോട്ടല്ല കേട്ടോ, പണ്ടത്തെ റോബോട്ടാണ്. ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. വയറിങ്ങിന് ഉപയോഗിക്കുന്ന വണ്ണം കുറഞ്ഞ പൈപ്പ് ചിത്രം 3 കാണുന്നത് പോലെ കൈവിരലുകളിൽ ധരിക്കൂ. ആ കൈ ഉപയോഗിച്ച് പേനയെടുത്ത് പുസ്തകത്തിൽ എഴുതാൻ ശ്രമിക്കൂ. എഴുതാൻ കഴിയുന്നുണ്ടോ? എന്താണ് കാരണം? അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ തന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൈപ്പത്തി രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ നമ്മൾ കൈപ്പത്തി എന്ത് ചെയ്യുന്നു? ഒരു പ്രവർത്തനം ചെയ്യാണ്. വയറിങ്ങിന് ഉപയോഗിക്കുന്ന വണ്ണം കുറഞ്ഞ പൈപ്പ് നമ്മൾ എടുത്ത് എന്ത് ചെയ്യുന്നു? ധരിക്കുന്നു. ഇതേപോലെ ഇട്ടിരിക്കുന്നു, നമ്മുടെ കയ്യിൽ ഇടും. എന്നിട്ട് ആ കൈ ഉപയോഗിച്ച് നമ്മൾ പേന എടുത്ത് പുസ്തകത്തിൽ എഴുതാൻ ശ്രമിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ മുഴുവൻ ഒറ്റ അസ്ഥി ആയിരുന്നെങ്കിലോ നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവും ഊഹിച്ചു നോക്കുക. നമ്മുടെ അസ്ഥികളെ ചലിപ്പിക്കാൻ കഴിയുന്നത് അസ്ഥിസന്ധികൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മുടെ കയ്യിൽ ജോയിൻറ്റുകൾ അല്ലെങ്കിൽ അസ്ഥിസന്ധികൾ ഉള്ളത്? എന്തിനാണ്? നമ്മുടെ അസ്ഥികളെ
ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്, നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അസ്ഥിസന്ധി ഉപയോഗിച്ച് നമ്മളുടെ ശരീരം ചലിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് അസ്ഥിസന്ധികളെക്കുറിച്ച്, എന്താണ് അസ്ഥിസന്ധി എന്ന് നമുക്ക് നോക്കാം. രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അസ്ഥിസന്ധി എന്ന് പറയുമ്പം ഒന്നുകിൽ നമ്മുടെ രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം, അതിനെ നമ്മൾ ചേർക്കുമ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ പറയുന്നത് എന്ത്, അസ്ഥിസന്ധി. ഇപ്പം നമ്മുടെ കൈമുട്ട്, കാൽമുട്ട് ഇതൊക്കെ വരുന്ന ഭാഗം, അതിനെയാണ് നമ്മൾ അസ്ഥിസന്ധി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികളുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള അസ്ഥിസന്ധികളുണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയുമുണ്ട്. അപ്പോൾ അസ്ഥിസന്ധികളിൽ ചലിപ്പിക്കാൻ കഴിയുന്നവയുമുണ്ട്, ചലിപ്പിക്കാൻ കഴിയാത്തവയുമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസ്ഥിസന്ധി എന്ന് പറയുന്നത്. ഈ അസ്ഥിസന്ധികൾ നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും പിന്നെ എങ്ങനെയുള്ളവയുമുണ്ട്, ചലിപ്പിക്കാൻ കഴിയാത്തവയും ഉണ്ട്. അതാണ് നമ്മുടെ അസ്ഥിസന്ധികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഓരോ അസ്ഥിസന്ധികളെയും കുറിച്ച് ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസ്ഥിസന്ധികൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള ആ ഓരോ അസ്ഥിസന്ധികളെക്കുറിച്ചുള്ള വിവരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുമാത്രമല്ല, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളുടെയൊക്കെ നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ടായിട്ട് PDF അത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും താങ്ക് യു.